സക്കാത്തിന്റെ കാര്യത്തിലോ കുറച്ചാൾക്കാർ പറഞ്ഞ് ഈ സക്കാത്ത് എന്നൊക്കെ പറഞ്ഞാൽ നബിക്ക് കൊടുത്തിരുന്ന ഒരു സ്വത്താണത്, അതിപ്പോൾ അബൂബക്കറിന് കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ വിചാരിക്കുന്ന കുറച്ചാൾക്കാർ. ചിലരെന്ത് ചെയ്തു, നബിന്റെ കാലത്ത് കൊടുത്തിരുന്ന പോലെ മുഴുവനായിട്ട് കൊടുക്കണമെന്നില്ല, കുറച്ച് നമുക്ക് നമ്മളായിരിക്കും താല്പര്യത്തിന് കൊടുക്കാം എന്നൊക്കെ കരുതി കുറച്ചൊക്കെ പിടിച്ചേക്കാൻ നോക്കി. മുഴുവനായിട്ട് കൊടുത്തില്ല, കുറച്ചാൾക്കാർ മുഴുവൻ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അദ്ദേഹം മെമ്പർക്കാർ പറഞ്ഞു, വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസക്കാത്ത്, നമസ്കാരത്തെയും സക്കാത്തിനെയും രണ്ടായി വേർതിരിച്ചവരോട് അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. നമസ്കാരത്തെയും സക്കാത്തിനെയും രണ്ടായി വേർതിരിച്ചവരോട് ഞാൻ യുദ്ധം ചെയ്യും. അപ്പോ ഉമർ ഖത്താബ് ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പലരും ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കാരണം ഇതൊക്കെ മുസ്ലിങ്ങളല്ലേ, മുസ്ലിം കൂടി യുദ്ധം ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, സക്കാത്ത് സമ്പത്തിന്റെ ബാധ്യതയാണ്, സ്വത്തിന്റെ ബാധ്യതയാണ്. അതിനാൽ വല്ലാഹി ലൗ മനഊനി ഇനാകൻ കാനു യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹാ. റസൂലിന്റെ കാലത്ത് ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരൊട്ടകത്തിനാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ അന്ന് ഒട്ടകത്തങ്ങനെ വെറുതെ പറഞ്ഞേക്കുന്നതിന് പകരം അതിനെ പിടിക്കാനുള്ള കയറും കൂടി കൊടുത്തിരുന്നെങ്കിൽ, കയറോട് കൂടിയാണ് കൊടുത്തിരുന്നത് റസൂലിന്റെ കാലത്തിരിക്കട്ടെ. ഇപ്പൊ എന്ത് ചെയ്തു, കയർ ഒഴിവാക്കി, ഒട്ടകത്തെ കൊടുത്തു. എങ്കിൽ ആ പിടിക്കയറ് തരാത്തതിന്റെ പേരിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യും. ഇനാക്കി എന്ന പദത്തിന് പിടിക്കയറ് എന്ന് മാത്രമല്ല അർത്ഥം, കുട്ടി എന്ന അർത്ഥമുണ്ട്, ഞാൻ മറക്കുന്നില്ല. എന്താ പറഞ്ഞ്, ഒട്ടകത്തിന്റെ സക്കാത്തായിട്ട് ഒരു ഒട്ടകത്തെ തെളിച്ചിങ്ങനെ വിട്ടാ പോരാൻ, അതിനെ പിടിക്കുന്നതിന് കയർ അന്ന് കൊടുത്തിരുന്നെങ്കിൽ അത് ഇന്നും കൊടുക്കണം. അതിൻ്റെ അർത്ഥം എൻ്റെ സമ്പത്തിൽ നിന്ന് സക്കാത്തായി പൊതുഖജനാവിലേക്ക് പോകേണ്ടതിൽ ഒരു രൂപ പോലും എനിക്ക് എടുത്തു വെക്കാനോ എൻ്റെ താല്പര്യമനുസരിച്ച് പാവപ്പെട്ടവർക്ക് വിനിയോഗിക്കാനോ അവകാശമില്ല.